നമുക്ക് വീഡിയോയിൽ എങ്ങനെയാണ് ഫ്ലോർബിൽ ഒരു അക്കൗണ്ട് തുറന്ന് എന്നിട്ട് എങ്ങനെ നിങ്ങളുടെ വാട്സപ്പ് ഓട്ടോമേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള കാര്യം നോക്കാം. അതിനായി നിങ്ങൾ വെരി ഫസ്റ്റ് ചെയ്യേണ്ടത് floppy.io എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോവാം. എന്നിട്ട് സൈൻ അപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽസ് അടിക്കാനൊരു ഫോം വരും. നിങ്ങളുടെ നെയിം എൻ്റർ ചെയ്യുക, ശേഷം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ഇവിടെ നമ്മൾ കൊടുക്കുന്ന മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് കോൺടാക്റ്റ് പർപ്പസിന് വേണ്ടി മാത്രമാണ്. സോ ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ അടിക്കാം. ഇത് നമ്മുടെ ഇമെയിൽ എൻ്റർ ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് വേണ്ട പാസ്വേഡ് അടിക്കുക. എന്നിട്ട് ഈ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുക, കംപ്ലീറ്റ് യുവർ രജിസ്ട്രേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത ഇമെയിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP അവിടെ എൻ്റർ ചെയ്യുക. എന്നിട്ട് വെരിഫൈ ആൻഡ് കണ്ടിന്യൂ അമർത്തുക. ഈ വിൻഡോയിൽ നിങ്ങൾ റെഡി ആൻഡ് ലെറ്റ് ഗെറ്റ് ബാസിംഗ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഇൻഡസ്ട്രി ഏതാണോ അത് ചൂസ് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ് എവിടെയാണ് റൺ ചെയ്യുന്നത് ആ ലൊക്കേഷൻ ചൂസ് ചെയ്യുക. സ്റ്റേറ്റ് ചൂസ് ചെയ്യുക. എന്നിട്ട് ഐ എം യൂസിങ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിലെല്ലാം നിങ്ങളുടെ ഓപ്ഷൻ എന്താണോ അത് ചൂസ് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ ഫ്ലോബിയുമായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്ലോബിയും മെറ്റയും തമ്മിലുള്ള കണക്ഷനാണ് വരുന്നത്. അതായത് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് വാട്സപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി മെറ്റയിലാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അതിന് ഓട്ടോമേഷൻ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫ്ലോബി. സോ ഇത് രണ്ടും കൂടി ഇൻറ്റഗ്രേഷൻ ആവശ്യമുണ്ട്. ആ ഇൻറ്റഗ്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വിഷയമാണ് നെക്സ്റ്റ് പോകുന്നത്. സോ ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് നമുക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കണം. ലൈക്ക് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടാവണം, അതുപോലെ ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടാവണം, അതുപോലെ തന്നെ ഒരു മെറ്റ ബിസിനസ് പോർട്ട്ഫോളിയോ ഉണ്ടായിരിക്കണം, ഒരു ഡെഡിക്കേറ്റഡ് ഫോൺ നമ്പർ, അതല്ലെങ്കിൽ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് വാട്സാപ്പിന് യൂസ് ചെയ്യുന്ന ഒരു നമ്പറോ ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു വിഷയം നമ്മുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുക. അതായത് ബിസിനസ് പോർട്ട്ഫോളിയോ ഉണ്ടല്ലോ, ഈ ബിസിനസ് പോർട്ട്ഫോളിയോയിൽ നമ്മുടെ ബിസിനസ് ഡീറ്റെയിൽസ് ഉണ്ടാവും, ലീഗൽ നെയിം ഉണ്ടാവും, അതുപോലെ തന്നെ അഡ്രസ്സ് ഉണ്ടാവും. ഈ ലീഗൽ നെയിമും അഡ്രസ്സും ഇൻ കേസ് നമ്മൾ ഫേസ്ബുക്ക് പേജാണ് സജസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഓൺബോർഡിങ്ങിൻ്റെ സമയത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഫേസ്ബുക്ക് പേജ് ആണെന്നുണ്ടെങ്കിൽ ആ ഫേസ്ബുക്ക് പേജിൽ മസ്റ്റായിട്ട് ഈ ലീഗൽ നെയിമും ഈ അഡ്രസ്സും മെൻഷൻ ആയിരിക്കണം. അതല്ല ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ അവിടെ ഇത് മെൻഷൻ ആയിരിക്കണം, ഈ വെബ് പേജ് ആണെങ്കിൽ അതിലും ഈ ഒരു സംഗതി മെൻഷൻ ആയിരിക്കണം എന്നുള്ളതാണ്. സോ ഇത് മെൻഷൻ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിന് ബാൻ വരും. സോ ഇതാദ്യം കൺഫേം ചെയ്യുക, എന്നിട്ട് മാത്രമേ നിങ്ങൾ ഈ ഒരു ഓൺബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുക. സോ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം. പിന്നെ ഇത് നമ്മൾ കണക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ബ്രൗസറിൽ നമ്മുടെ ഫേസ്ബുക്ക്, അതായത് ഏത് പോർട്ട്ഫോളിയോയിലാണ് കണക്ട് ചെയ്യാൻ പോകുന്നത് ആ പോർട്ട്ഫോളിയോ അതോറിറ്റിയുള്ള ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഈ ഒരു ബ്രൗസറിൽ നമ്മൾ ഓൾറെഡി ലോഗിൻ ചെയ്തിരിക്കുക. ഓക്കെ, സോ നമ്മൾ ഇത് കണക്ട് ചെയ്യാൻ പോവാണ്. അതിന് നമ്മൾ വെരി ഫസ്റ്റ് ചെയ്യേണ്ടത് കണക്ട് ടു മെറ്റ എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ബിസിനസ് പോർട്ട്ഫോളിയോ എന്നുള്ള ഒരു സെക്ഷൻ ആണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഏതിലാണോ നമ്മൾ ഈ ഒരു പറയുന്ന വാട്സപ്പ് ഓട്ടോമേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആ ഒരു പർട്ടിക്കുലർ പോർട്ട്ഫോളിയോ ചൂസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് കാണാം. ലൈക്ക് ക്രിയേറ്റ് എ വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട്, കണക്ട് ടു എ വാട്സപ്പ് ബിസിനസ് ആപ്പ്. അതായത് നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ് ആപ്പാണ് കണക്ട് ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. സോ ഇത് ഡെമോ പർപ്പസ് ആയത് കാരണം നമുക്ക് ഈ ഒരു ഓപ്ഷൻ വെച്ച് പോകാം. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് നെയിം പ്രൊവൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഈ നെയിം ഒരിക്കലും കസ്റ്റമറിൽ കാണുന്ന നെയിമല്ല, ഇത് നമുക്ക് നമ്മളുടെ പോർട്ട്ഫോളിയോയിൽ കാണുന്ന നെയിമാണ്. ഇത് കാറ്റഗറി ഏതാണോ അത് ചൂസ് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത പേജിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണാം, യൂസർ ഡിസ്പ്ലേ നെയിം ഓൺലി, അതല്ലെങ്കിൽ ആഡ് എ ന്യൂ നമ്പർ. നേരത്തെ ഞാൻ കാണിച്ചു തന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് വാട്സപ്പ് നമ്പർ കണക്ട് ചെയ്യാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു.
എന്നാൽ ഇവിടെ നമ്മൾ എൻ്റയർലി ഡെഡിക്കേറ്റഡ് ആയിട്ട് വാട്സപ്പ് APIയിലേക്ക് മാത്രം ഉള്ള ഒരു നമ്പറാണ് ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. ഈ എക്സിസ്റ്റിംഗ് വാട്സപ്പ് കണക്ട് ചെയ്യുന്നതും അതല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വാട്സപ്പ് നമ്പർ കണക്ട് ചെയ്യുന്നത് തമ്മിൽ ഡിഫറൻ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വാട്സപ്പ് നമ്പറാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കസ്റ്റമർക്ക് കാണാം. ലൈക്ക് നമ്മുടെ ബിസിനസ് നെയിം അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്റ്റ് ആ ഒരു പർട്ടിക്കുലർ കസ്റ്റമർ വാട്സപ്പിൽ അയാളുടെ ഫോണിൽ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ അയക്കുന്ന പ്രൊമോഷനോ അങ്ങനത്തെ മാർക്കറ്റിംഗ് മെസ്സേജുകളോ ഒക്കെ അയക്കുന്ന സമയത്ത് നമ്മളുടെ കോൺടാക്റ്റ് സേവ് ആയ പോലെ തന്നെ നമ്മുടെ എന്ത് ഡിസ്പ്ലേ നെയിമോ നമ്മൾ കൊടുത്തത് അതൊരു കാണാൻ പറ്റും. സോ എക്സിസ്റ്റിംഗ് വാട്സപ്പ് നമുക്ക് ചെയ്യാമെങ്കിൽ ലിമിറ്റഡ്. പിന്നെ നമുക്ക് ഈ മെറ്റ APIയുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. 24 ഹവറാണ് ഇവിടെ ഇൻകമിംഗ് മെസ്സേജിന് നമുക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റുന്ന സമയം. സോ അത് നമുക്ക് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് API പ്ലാറ്റ്ഫോം മാത്രമാണ് കീപ്പ് ചെയ്യുക. ലൈക്ക് ഫ്ലോബിയിലേക്ക് ലോഗിൻ ചെയ്താൽ മാത്രമാണ് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് നമ്മൾ എക്സിസ്റ്റിംഗ് വാട്സപ്പാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ ചാർട്ടും 24 ഹവർ ആയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അവസരം നിലവിലില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും സജസ്റ്റ് ചെയ്യുന്നത്, പേഴ്സണലി എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാട്സപ്പിനേക്കാളും നിങ്ങൾ ബിസിനസ്സിന് പ്രിഫർ ചെയ്യുന്നത് ഒരു പുതിയൊരു ഡെഡിക്കേറ്റഡ് വാട്സപ്പ് നമ്പർ ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് വാട്സപ്പ് നമ്പറിൽ നിന്ന് റിമൂവ് ചെയ്യണം. നമ്മൾ ഇവർ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ബിസിനസ്സാണ് ചെയ്യുമ്പോൾ, അല്ലാതെ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അല്ലല്ലോ. സോ ഒരു ഡെഡിക്കേറ്റഡ് നമ്പർ ഇതിന് മാത്രമായിട്ട് മാറ്റി വെക്കുക. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് സംസാരിക്കാനും ഫാമിലിയായിട്ട് സംസാരിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ മാക്സിമം നമ്മൾ വേറെ നമ്പർ തന്നെ കാണുക. സോ നമുക്ക് അത്തരത്തിലൊരു നമ്പർ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് എ ന്യൂ നമ്പർ എന്ന് കൊടുത്ത് നിങ്ങൾക്ക് ഏത് നമ്പറാണ് ആഡ് ചെയ്യാൻ പോകുന്നത് അത് കൊടുക്കുക. പക്ഷേ ഈ യൂസർ ഡിസ്പ്ലേ നെയിം ഓൺലി എന്ന് പറയുന്ന ഓപ്ഷൻ മെറ്റ ടെമ്പററി നമുക്ക് തരുന്ന ഒരു ഫെസിലിറ്റിയാണ്. നമുക്ക് ടെസ്റ്റ് പർപ്പസിങ് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ടെമ്പററി നമ്പറും പ്രൊവൈഡ് ചെയ്യും. സോ ആ നമ്പറിലേക്ക് കോൾ ചെയ്യുക അങ്ങനത്തെ കാര്യമൊന്നും പറ്റില്ല. ജസ്റ്റ് നമുക്ക് മെസ്സേജിങ് മാത്രം നടത്താൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്ക് ആ ഒരു മെത്തേഡ് വെച്ചിട്ട് മുന്നോട്ട് പോകാം. നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ കൺഫേം എന്നുള്ള ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഫിനിഷ് എന്നുള്ള ബട്ടൺ കാണാം. അതുപോലെ ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ള ഓപ്ഷനും കാണാം, അതിൽ ഫിനിഷ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഫ്ലോബിയുമായി രജിസ്റ്റർ ചെയ്തു, അതുപോലെ ഫ്ലോബിയും മെറ്റയുമായി കണക്ട് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഫ്ലോബി യൂസ് ചെയ്ത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഫ്ലോബി നിങ്ങൾക്ക് ഒരു 7 days ഫ്രീ ട്രയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതല്ല നിങ്ങൾക്ക് പ്ലാൻ അങ്ങനെയും ചൂസ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾ പ്ലാൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ 7 days ട്രയൽ പ്ലസ് ആ പ്ലാൻ അങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡിഫറെൻറ്റ് തരത്തിലുള്ള പ്ലാനും കാര്യങ്ങളും ഉണ്ട്. ഓരോ പ്ലാനിലും എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളത് ഈ പ്ലാനിൻ്റെ തൊട്ട് താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ flobi.io എന്ന വെബ്സൈറ്റിൽ കയറി പ്രൈസിങ് സെക്ഷനിൽ പോയാലും നിങ്ങൾക്കത് കാണാൻ കഴിയുന്നതാണ്. സോ നമുക്ക് ഇത് ടെസ്റ്റ് പർപ്പസിനായിട്ട് ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ട്രയൽ എന്ന് കൊടുക്കാം. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫ്ലോബി അക്കൗണ്ട് ആക്ടിവേറ്റഡ് ആയി. സോ നിങ്ങൾക്കിത് യൂസ് ചെയ്ത് തുടങ്ങാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.